ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു എൽബോ സ്ലീവിൻ്റെ കട്ടിംഗ് ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തുണി ലെവൽ ചെയ്യാനായിട്ട് ഇവിടെ ഞാൻ 4 തുണി മടക്കിയിട്ടിട്ടുണ്ട് കണ്ടോ. ആദ്യം 2 മടക്കിയിട്ടു. ഓപ്പൺ സൈഡ് ഇവിടെയാണ് വരുന്നത്, കണ്ടല്ലോ. ഇനി അത് 4 ഇതുപോലെ മടക്കിയിട്ടു. ഓപ്പൺ സൈഡ് എപ്പോഴും നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരണം. അപ്പോൾ അതങ്ങനെ മടക്കിയിട്ടു. ഇനി തുണി ലെവൽ ചെയ്യാനായിട്ട് അടിയിൽ ഞാനൊരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലൈൻ വരച്ച് കൊടുത്തു. ഇനി നമുക്ക് അടിയിൽ മടക്കി ഹെമ്മിങ് ചെയ്യാനായിട്ട് 1 ഇഞ്ച്, ഇപ്പോൾ ലൈനിങ് ബ്ലൗസ് കാണിച്ചാൽ 1/2 ഇഞ്ചൊക്കെ വിട്ടാൽ മതി. ഇവിടെ 1 ഇഞ്ച് വിടുക. നമ്മുടെ ഈ മുട്ടിൻ്റെ അവിടെ വരെയുള്ള കാരണം കൊണ്ടാണ് 1 ഇഞ്ച്. അതിലും കുറവാണെങ്കിൽ നമ്മൾ 1.5 ഇഞ്ച് മടക്കി ഹെമ്മിങ് ചെയ്യാനായിട്ട് എടുക്കാറുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ലെങ്ത്ത് നോക്കാം. ഞാൻ ഈ ബ്ലൗസിൻ്റെ ഈ സ്ലീവിൻ്റെ ലെങ്ത്തിലാണ് ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ എത്ര ലെങ്ത്ത് എന്ന് നോക്കുമ്പോൾ ഒരു 13 ഇഞ്ച് കിട്ടുന്നുണ്ട്. പ്ലസ് നമുക്ക് തയ്യൽ തുമ്പ് കൂട്ടി ഒരു 13.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. 13 കറക്റ്റ് അളവ് പ്ലസ് 13.5. അപ്പോൾ 13.5 നമ്മളവിടെ മാർക്ക് ചെയ്തു. ഞാൻ മാർക്ക് ചെയ്ത സ്ഥലത്ത് സ്കെയിൽ വെച്ചിട്ട് ലൈൻ വരച്ച് കൊടുക്കുക. അപ്പോൾ ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാബ് ഹൈറ്റ് ഒരു 3.5 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. 38 ചെസ്റ്റ് വരുന്ന ബ്ലൗസിൻ്റെ സ്ലീവാണ്. അപ്പോൾ ഞാനിവിടെ 3.5 ഇഞ്ച് ക്യാബ് ഹൈറ്റ് മാർക്ക് ചെയ്തു. ഇനി അതിൽ കൂടെ ഒരു ലൈൻ വരച്ചു. അപ്പോൾ ഇതിൻ്റെ ആം റൗണ്ട് വരുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ 8 ഇഞ്ച് ഞാൻ ഈ ലൈനിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയാണ് 8 ഇഞ്ച് വരുന്നത്, മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് കൈയിൻ്റെ വണ്ണം നോക്കണം. ഇവിടെ ജോയിൻറ്റ് വരുന്നുണ്ടല്ലോ, അതിൻ്റെ നേരെ ഇങ്ങനെ പിടിക്കുക, മടക്കി പിടിക്കുക. അതാണ് നമ്മുടെ കൈവണ്ണം. അല്ലെങ്കിൽ ഈ ഭാഗം നമുക്ക് ടൈറ്റായി പോവും. അപ്പോൾ ഇതിവിടെ ഒരു 7 ഇഞ്ച് കൈവണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഈ ലൈനിൽ തന്നെ നമുക്ക് 7 ഇഞ്ച് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ കറക്റ്റ് ആം റൗണ്ടും കൈവണ്ണവും നമുക്ക് ഒരുമിച്ചൊരു പോയിൻറ്റിൽ ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വരണം. ചിലർക്ക് കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ ഏകദേശം ഒരുപോലെ വരുന്ന ഒരു പോയിൻറ്റിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് പോയിൻറ്റിൽ നിന്ന് ഒരു ക്രോസ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ലൈൻ വരച്ചു. അത് കഴിഞ്ഞ് ഇവിടെ മുകളിൽ നിന്ന് 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. ഈ സൈഡിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. പിന്നെ നമുക്ക് 1 ഇഞ്ചിൽ നിന്ന് ഇതുപോലെ 1.5 ഇഞ്ചിലേക്ക് ഒരു ചെറിയൊരു ഷേപ്പ് വരച്ച് കൊടുത്ത് അടിഭാഗത്തിലൂടെ ഇങ്ങനെ വളച്ചെടുക്കാം. ഈസിയാണ്, നല്ല ഭംഗിയുള്ള ഷേപ്പായിരിക്കും നമുക്കിങ്ങനെ ചെയ്താൽ കിട്ടുക. അപ്പം അങ്ങനെ നമുക്ക് സ്ലീവിൻ്റെ ആ ഷേപ്പ് വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് ഓപ്പൺ അതിൻ്റെ ബ്ലൗസിൻ്റെ ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്കത് മാർക്ക് ചെയ്യാം. ഇവിടെ മാർക്ക് ചെയ്തു. നമുക്ക് തയ്യൽ തുമ്പ് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പോയിൻറ്റുകളൊക്കെ സ്കെയിൽ വെച്ചിട്ട് യോജിപ്പിച്ച് വരയ്ക്കാം. തയ്യൽ തുമ്പ് നമ്മൾ ഇതുപോലെ വരച്ചെടുത്തു. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ സ്ലീവ് വരിക. ഇവിടെ അടിഭാഗം കട്ട് ചെയ്ത് ഇവിടെ കറക്റ്റ് ലെവലാക്കിയെടുത്തു. നമുക്കിത് ഈ ഷേപ്പ് കൂടെ കട്ട് ചെയ്തെടുക്കാം. പതുക്കെ കട്ട് ചെയ്താൽ മതി. കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഒരു സൈഡ് കുഴിച്ച് വരയ്ക്കാം.
ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ 2 ഇഞ്ച് നമ്മുടെ ഷോൾഡറിൻ്റെ ജോയിൻ്റ് വരും ഈ ഭാഗത്ത്. അപ്പോൾ ആ ഭാഗത്തുനിന്ന് നമ്മൾ കുഴിച്ച് വരയ്ക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് തയ്യൽ തുമ്പുള്ള ഭാഗത്ത് നമ്മൾ കുഴിച്ച് വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ എത്രയാണോ തയ്യൽ തുമ്പ് എടുത്തേക്കുന്നത് അവിടെ വരെ മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ 2 പോയിൻറ്റിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ചെറുതായി കൊണ്ടുവന്ന് ഈ 1/2 ഇഞ്ചിലൂടെ പോയി പിന്നെയും ചെറുതായി ആ ഒരു പോയിൻറ്റിലേക്ക് കുറച്ച് കൊണ്ടുവന്ന് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇത്രയേ ഉള്ളൂ. എൽബോ സ്ലീവ് ഈസിയാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്കിവിടെ ഫ്രണ്ട് ഭാഗം മാറിപ്പോവാതിരിക്കാൻ ഒരു നോച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എൽബോ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.